IFPHന്റെ 1429 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് കേരളം ഉണർന്നത് വളരെ വേദനാജനകമായ ഒരു ഞെട്ടലോടുകൂടിയാണ്. നമ്മുടെ വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലില് അനേകം സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അനേകർ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. അനേകം പേര് കണ്ടെത്താതിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ IFPHന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് ഒരു മിനിറ്റ് മൗന പ്രാർത്ഥനയ്ക്കായി നമുക്ക് വേർതിരിക്കാം. പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇരിക്കുന്ന ബന്ധുക്കളെയും കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന. ഇന്ന് നമ്മുടെ 1429 പ്രതിദിന സൂം വെബിനാറില് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ ജെയിംസ് പോൾ ഡോക്ടറാണ്. ഹോമിയോപ്പതി വകുപ്പിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർക്ക് 42 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ളത്. രോഗനിർണയത്തിൽ അഗ്രഗണ്യനായ ഡോക്ടർ ഇന്ന് പക്ഷാഘാതവും ഹോമിയോപ്പതി ചികിത്സയും എന്ന വിഷയത്തിലാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിന് ജെയിംസ് പോൾ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ ആരംഭിക്കാം. നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കാം. ഓക്കെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി. നമസ്കാരം സാർ. പക്ഷാഘാതം, സ്ട്രോക്കാണ് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ പക്ഷാഘാതം എന്നാണ് പറയുന്നത് എങ്കിലും അത് എൻ്റെ അർത്ഥം പൂർണ്ണമല്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ഏതായാലും സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അക്യൂട്ട് എമർജൻസിയാണ്. സംടൈംസ് ഇറ്റ് മേ ബി ഫാറ്റൽ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ reduction of perfusion or stoppage of perfusion to the brain. അതിന്റെ കാരണങ്ങൾ സർവ്വസാധാരണ കാരണം ഡീജനറേഷൻ ഓഫ് വെസൽസ് ആണ്. അപ്പൊ സെനൈൽ ഡിമെൻഷ്യ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇക്കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ പ്രായം കൊണ്ടും ഡീജനറേഷൻ ഓഫ് വെസൽസ് ഉണ്ടാകാം. അതല്ല, മറ്റൊരു കാര്യം ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അതും ഈ ഡീജനറേഷൻ ഓഫ് വെസൽസിന് കാരണമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹെമറേജസ് ഉണ്ടാകുന്നതും അതല്ലെങ്കിൽ മറ്റ് ക്ലോട്ട്സ് അതായത് ത്രോംബോസ് ഫോം ചെയ്യാനും ഒക്കെ കാരണം ഈ വെസൽസിന്റെ ഡീജനറേറ്റീവ് പ്രോസസ്സാണ്. ഏതാണ്ട് 1 മില്യണിന് മേലെ ഒരു വർഷം ഇന്ത്യയിൽ തന്നെ പക്ഷാഘാതം ഉണ്ടാകുന്നുണ്ട്. ചിലർ ധാരണമായി മരണപ്പെടാനും ഇടയാകുന്നു. അതല്ല, പരിപൂർണമായിട്ടും ഇതിൽ നിന്നും വിമുക്തി നേടുന്നവർ വളരെ കുറച്ച്, ഏതെങ്കിലും ഒന്ന് അവശേഷിക്കും. പ്രത്യേകിച്ച് ഇൻഫാർക്റ്റ് ഉണ്ട് അതിൻ്റെ ആഘാതം മരണം വരെ നീണ്ടുന്നു. ഏതെങ്കിലും ഒരു ഡിഫോമിറ്റി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ കോറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡീജനറേഷൻ ഓഫ് വെസൽസ്. രണ്ടാമത് ത്രോംബസ്, ഏതെങ്കിലും കാരണത്താൽ ബ്ലോക്കേജ്, ബ്ലഡ് വെസൽസ് ബ്ലോക്കേജ് ഉണ്ടാകും. അതായത് ത്രോംബസ്, അതല്ലെങ്കിൽ കാൽക്കേരിയസ് ബോഡീസ് അല്ലെങ്കിൽ അതിരോമാറ്റസ് ഫോർമേഷൻ, അത് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് കാലക്രമേണ അവിടെ ത്രോംബോസിസ്, അതായത് ബ്ലഡ് ക്ലോട്ടിനുള്ള സാധ്യത ഉണ്ടാക്കുകയും തദ്വാര ഒരു ത്രോംബോസിസ് അവിടെ ഫോം ചെയ്യും. ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ആ കാരണം കൊണ്ട് തന്നെ സ്ട്രോക്ക് ഉണ്ടാകും. പിന്നൊരു കാരണം, ഈ ബ്ലഡ് ഫ്ലോ കുറയാനായിട്ട് മറ്റൊരു കാരണം കാർഡിയാക് ഫെയിലിയർ ആകാം. ഫെയിലിയർ എന്ന് ഉദ്ദേശിക്കുന്നത്, കാർഡിയാക് ഫെയിലിയർ മീൻസ് to pump out the optimum amount of blood.
സാറിന്റെ നെറ്റ് പോയോ? ആകുമ്പോഴും അതിന് സ്ട്രോക്കിന് ഇടയ്ക്ക് കാരണമാകും. ഇടയ്ക്ക് കേട്ടില്ല സാറേ, ഒരു ശകല സമയം കേട്ടില്ല. അതായത് ആ കാർഡിയാക് ഫെയിലർ കഴിഞ്ഞിട്ടുള്ള ഭാഗം, കോസ് കാർഡിയാക് ഫെയിലർ എന്ന് പറഞ്ഞിട്ട് ഭാഗം കാർഡിയാക് ഫെയിലറിന്റെ മൂന്നാമത്തെ കോസാണ് നമ്മൾ അന്ന് പറഞ്ഞ ഡീജനറേഷൻ ഓഫ് വെസൽസ്, 2 ത്രോംബോസ്, 3 കാർഡിയാക് ഫെയിലർ. ഇതിനുള്ള കാരണമാണ് പറയുന്നത്. അപ്പോൾ ഫെയിൽ ഉണ്ടാകുമ്പോൾ ആ ഫെയിലിയർ എന്ന് പറയുന്നത് ഹാർട്ട് ഫെയിൽ ടു പമ്പ് ഔട്ട് ദ ഓപ്റ്റിമം എമൗണ്ട് ഓഫ് ബ്ലഡ് അറ്റ് എ ബീറ്റ്. ദാറ്റ് മീൻസ് 70 to 80 ml ഓഫ് ബ്ലഡ് പെർ ബീറ്റ്. ആ എമൗണ്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ ഹാർട്ട് ഫെയിൽ ആകുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ബ്ലഡ് ബ്രെയിനിലേക്ക് എത്താതെ വരുന്നു. ദാറ്റ് ഈസ് ഡിമിനിഷ്ഡ് പെർഫ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതും സ്ട്രോക്കിന് കാരണമാകും. ഹാർട്ട് ഫെയിലിന് ഉള്ള കാരണം നമുക്കറിയാം. അവിടെ സെപ്റ്റൽ പ്രോബ്ലംസ് ഉണ്ടാകാം, അല്ല സെപ്റ്റൽ അനോമലീസ്, അതല്ലെങ്കിൽ വാൽവുലാർ അനോമലീസ്, കാർഡിയോമയോപ്പതി, ഇതെല്ലാം പമ്പിങ്ങിനെ ബാധിക്കും. പമ്പ് ചെയ്യുമ്പോൾ അതിന്റെ എമൗണ്ട് കുറയും. അതാണ് കാർഡിയക് ഫെയിലർ എന്ന് ഉദ്ദേശിക്കുന്നത്. ത്രോംബോസിസ്, സാധാരണ സ്ട്രോക്ക് ഉണ്ടാകാനായിട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ത്രോംബോസിസ് തന്നെ. ഹെമറേജുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഹെമറേജിനേക്കാൾ കൂടുതൽ ത്രോംബോസിസ് ഫോം ചെയ്തിട്ടാണ് സ്ട്രോക്ക് ഉണ്ടായതായിട്ട് കാണുന്നത്. അത് തന്നെ ഒരു ത്രോംബോസിസ് എന്ന് ഡയഗ്നോസ് ചെയ്താൽ പോലും ഒരുപക്ഷെ അത് എ സിറ്റുവേഷൻ ഓഫ് inadequate perfusion of the blood causing stroke അങ്ങനെ വരാവുന്നത്. അത് ഒരു കാരണമാണ് നേരത്തെ പറഞ്ഞ കാർഡിയക് ഫെയിലിയർ. ദെൻ സെർബ്രൽ ഹെമറേജ്, അത് അപ്പോപ്ലക്സി എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ ക്ഷിപ്രസന്നി എന്നൊക്കെയാണ്. സെർബ്രൽ ഹെമറേജ് ആദ്യം ചിലപ്പോൾ വളരെ ചെറിയ ഒരു ആർട്ടറി എന്നായിരിക്കും ഉണ്ടാകുന്നത്. കാലക്രമേണ അതിന്റെ ബ്ലീഡിങ് പോയിന്റ്സിന്റെ എണ്ണം കൂടുകയും വലിയൊരു ബ്ലീഡിംഗ് ആയിട്ട് തീരുകയും അത് വെൻട്രിക്കിൾസ് എത്തുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. ഇപ്പൊ ചെറിയ ഒരു ബ്ലീഡിംഗ് ആണ് ഉണ്ടായെങ്കിൽ നമ്മൾ ഒരു ഇമേജ് എടുക്കുന്നു. അതല്ലെങ്കിൽ ആദ്യകാലത്തൊന്നും ഇമേജസ് ഒന്നും ഇല്ലായിരുന്നു, എക്സ്റേ ആയിരുന്നു. അപ്പൊ കാണുന്ന ഒരു ഇമേജ് അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഈ മഞ്ഞ് പോലെ, മൂടൽ മഞ്ഞ് പോലെ. അതിന്റെ ടെക്നിക്കൽ ടേം അവലാൻഷ് എന്നാണ്. അവലാൻഷ്, അതിന്റെ സ്പെല്ലിങ് AVALANCHE, അവലാൻഷ് എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ് എന്നുള്ള അർത്ഥം. കോടമഞ്ഞും മൂടൽ മഞ്ഞുമായിട്ടൊരു വ്യത്യാസം. കോടമഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വസ്തു ആളെ കാണുന്നില്ല. മൂടൽ മഞ്ഞ് എന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ ഒരു അവസ്ഥയായിരിക്കും, ഒരു ആ കോൺട്രാസ്റ്റ് ആയിരിക്കും എക്സ്റേയോ അല്ലെങ്കിൽ ഒരു ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സാധാരണ ഇതിൽ ഈ ബ്ലീഡിങ് അല്ലെങ്കിൽ ഹെമറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ ബ്ലീഡിങ് പോയിന്റ് എന്നായിരിക്കും. അപ്പൊ അവിടെ കൂടുതൽ വാസ്കുലാർ ഡീജനറേഷൻ ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ് പോയിന്റ് എണ്ണം കൂടി വരികയും അതങ്ങനെ വലിയൊരു ഹെമറേജ് അതായിട്ട് അത് വെൻട്രിക്കിൾസിൽ എത്തുകയും ചെയ്യും. മോസ്റ്റ് കോമൺ സൈറ്റ് അതാണ്, വെൻട്രിക്കിൾസിലേക്കാണ് ഇത് ഒഴുകിയെത്തുന്നത്. അതുപോലെ ഹെമറേജ് ബ്രെയിനിന്റെ ഏത് ഭാഗത്തും ഒറിജിനേറ്റ് ചെയ്യാവുന്നതാണ്, ഏതൊരു ഭാഗത്തും. അപ്പൊ ആ സൈറ്റ് അനുസരിച്ച് ആയിരിക്കും നമുക്ക് പിന്നീട് അതിന്റെ സിംറ്റംസ് കിട്ടുന്നത്. പക്ഷേ ഏത് ഭാഗത്തും ഹെമറേജ് ഉണ്ടാകാമെങ്കിലും സാധാരണമായിട്ട് കണ്ടുവരുന്നത് ഒന്ന് സെമി സെൻട്രൽ ഒവൈൽ, അതല്ലെങ്കിൽ പോൺസ്, സെമി സെൻട്രം ഒവൈൽ.
ഒവയിൽ, ഒവയിൽ, OVALE, ഒവയിൽ. കോമൺ സൈറ്റാണ് ഞാൻ പറഞ്ഞത്. ആ സാധാരണ ഗതിയിൽ ഒരു പെർഫറേറ്റിംഗ് ആർട്ടറി ഉണ്ട്. അതായത് സാധാരണമായിട്ട് ബ്ലീഡിങ് ഉണ്ടാകാവുന്ന ഒരു ആർട്ടറി, അതിന്റെ സൈറ്റ് ലെൻഡിക്കുലോ സ്ട്രയേറ്റം. ലെൻഡിക്കുലോ സ്ട്രയേറ്റം ചിലപ്പം ഈ CT സ്കാനിലെ MRI സ്കാനിലൊക്കെ വരുന്ന ടേംസ് അതായിരിക്കും ബ്ലീഡിങ് സൈറ്റ് വരുന്നത്. അതാണ് ഏറ്റവും കോമൺ സൈറ്റ് ആയിട്ട് വരുന്നത്. ആ ബ്ലീഡിങ് പോയിന്റിന് പറയുന്നത് ക്യാപ്സൂൾ ഹെമറേജ്, ക്യാപ്സുലാർ ഹെമറേജ്. അതിന്റെ ഔട്ട്സൈഡ് ആണ് കോർപ്പസ് സ്ട്രയേറ്റം എന്ന് പറയുന്നത്. അത് എക്സ്റ്റേണൽ ക്യാപ്സൂൾ എന്നാണ് പറയുന്നത്. കോർപ്പസ് സ്ട്രയേറ്റത്തിന് ഡീജനറേഷൻ ഉണ്ടാകുമ്പോഴാണ് പാർക്കിൻസോണിസം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അത് മോട്ടോർ ന്യൂറോൺസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഇത് രണ്ടും കൂടെ സംഭവിക്കാവുന്നതാണ്. ഹെമറേജും ഉണ്ടാകാം, തത്സമയം ത്രോംബോസിസും ഉണ്ടാകാം. ഇത് രണ്ടും ഈ പറയുന്ന പോലെ ഏത് സൈറ്റിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉണ്ടാകാം. എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹെമറേജ് ഉണ്ടാകുന്ന സൈറ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് സെൻട്രം ഒവയിൽ, പോൺസ് ആൻഡ് കാൽക്കേരിയൻ ഏരിയ. ടേംസ് പറയുന്നത് ഈ സാധാരണ ഇമേജസിൽ MRI ആണെങ്കിലും CT ആണെങ്കിലും അത് ഈ ടേംസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാൽക്കേരിയം ഏരിയ എന്ന് പറയുന്നത് സൾക്കയാണ്, അല്ലെ ഫിഷറാണ്. കാൽക്കേരിയൻ സൾക്കെ ഓർ കാൽക്കേരിയൻ ഫിഷർ. ഓക്കെ, അപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ട് ഹെമറേജസ് ഒക്കെ ചെയ്യുന്നത് ഈ സെന്റേഴ്സിലാണ്, ഈ ഏരിയസിലാണ്. പക്ഷെ ത്രോംബോസിസ് ഉണ്ടാകുന്നത് ബ്രെയിനിന്റെ ഏത് സൈറ്റിലും ഉണ്ടാകാം. ഹെമറേജും ഉണ്ടാകാം, പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്നത് ഈ സെന്റേഴ്സിലാണ് സാധാരണ കാണുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ ഈ പറയുന്ന സൈറ്റ് സെൻട്രം ഓയിൽ, പോൺസ് ആൻഡ് കാൽക്കേരിയൻ ഏരിയ. പക്ഷെ ത്രോംബോസിസ് ഏത് ഭാഗത്തും ഉണ്ടാകാം, ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു ഹെമറേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അതിന്റെ സിംറ്റംസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ലീഷന്റെ ഏരിയ അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റൻഷൻ. എത്രയും സ്ഥലത്ത് ഹെമറേജ് ഉണ്ടായി, അല്ലെ എത്ര ഏരിയയിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടായി, അതനുസരിച്ചായിരിക്കും അതിന്റെ സിംറ്റംസും ഡെവലപ്പ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് പക്ഷാഘാതമായിരിക്കാം, അല്ലെ പാരാപ്ലീജിയ, ഹെമിപ്ലീജിയ ഓർ മോണോപ്ലീജിയ. അതോടുകൂടി ഈ ലെഫ്റ്റ് ഹാഫിലാണ് കൂടുതൽ ഇഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം അഫേസിയ ഉണ്ടാകും. ലെഫ്റ്റ് ഹാഫിലാണെങ്കിൽ. റൈറ്റ് ഹാഫിലാണെങ്കിൽ അഫേസിയ ഉണ്ടാകണമെന്നില്ല, പക്ഷാഘാതം മാത്രമേ. ലെഫ്റ്റ് ഹാഫിലാണെങ്കിൽ റൈറ്റ് സൈഡ് ഹെമിപ്ലീജിയ വിത്ത് അഫേസിയ. ഇനി ആന്റീരിയർ സെർബലർ ആർട്ടറിയിലാണ് ത്രോംബോസിസ് ഫോം ചെയ്യുന്നതെങ്കിൽ ഹെമിപ്ലീജിയ. മിഡിൽ സെർബറൽ ആർട്ടറിയിലാണ് എങ്കിൽ ഹെമിപ്ലീജിയ
if affect left side, hemiplegia with severe aphasia. അതേപോലെ തന്നെ ഇന്റേണൽ ആൻഡ് കോമൺ കരോട്ടിഡ് ആർട്ടറീസിലാണ് ത്രോംബോസിസ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഡെത്ത് ഇസ് ദ റിസൾട്ട് വിത്തിൻ അവേഴ്സ് ഓർ ഡേ. ഡേയ്സ് തന്നെ 24 hours ഓർ 36 hours ഡെത്ത് സംഭവിക്കും. ഇന്റേണൽ ആൻഡ് കോമൺ കരോട്ടിഡ് ആർട്ടറീസിലാണ് ത്രോംബോസിസ് ഫോം ചെയ്യുന്നത്. ഭാഗ്യത്തിന് കനലൈസേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ രണ്ട് ആർട്ടറിയിലും ത്രോംബോസ് ഫോം ചെയ്ത് കനലൈസേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ റിക്കവറി ഉണ്ടാകാവുന്നതാണ്. ബേസിലാർ ആർട്ടറിയിലാണ് ത്രോംബോസിസ് ഫോം ചെയ്യുന്നതെങ്കിൽ intermittent vertigo, severe vertigo, aggravation, movement of the neck, and visual disturbances. That means spectrums, color spectrums may be appear before eyes. അതേപോലെ തന്നെ ഭാഗികമായിട്ടുള്ള വിഷൻ, പാർഷ്യൽ വിഷൻ ഉണ്ടാകാം. ടോട്ടൽ ത്രോംബോസിസ് ഓഫ് ബേസിലാർ ആർട്ടറീസ് ഓൾസോ fatal. Until otherwise, immediate recanalization taken place. Posterior cerebellar artery ത്രോംബോസിസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കോൺട്രാലാറ്ററൽ ഹെമിപ്ലീജിയ, then പോണ്ടൈൻ ഇസ്കേമിയ. എന്താ സർ? പോണ്ടൈൻ ഇസ്കേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോംബോസിസ് ഫോമിങ് ആർട്ടറീസ് വിച്ച് സപ്ലൈ ടു ദ പോണ്ടൈൻ ഏരിയ എന്നുള്ള അർത്ഥമാണ്. അവിടെ ഇസ്കേമിയ സംഭവിക്കുന്നു. നമ്മൾ സിംറ്റംസ് ആണ് പറയുന്നത്. മോട്ടോർ ആൻഡ് സെൻസറി ഹെമിപ്ലീജിയ, cranial involvement, lateral movement of eyes lost or losing of lateral movement of eyes. It is the first sign of proceeding coma. Posterior and inferior cerebellar artery ത്രോംബോസ് ഫോം ചെയ്യുന്നത് പോസ്റ്റീരിയർ ആൻഡ് ഇൻഫീരിയർ സെറിബെല്ലാർ ആർട്ടറിയിലാണെങ്കിൽ acute ataxia and forced movement
വെർട്ടിഗോ ആൻഡ് വോമിറ്റിംഗ്. ഈ പോസ്റ്റീരിയർ ആൻഡ് ഇൻഫീരിയർ സെർബലർ ആർട്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ചസ് ഓഫ് വെർട്ടിബ്രൽ ആർട്ടറീസ്. ബ്രാഞ്ചസ് ഓഫ് വെർട്ടിബ്രൽ ആർട്ടറീസ്. കഴുത്തിന് ഇങ്ങനെ ക്ഷതമേക്കുക, കൈകൊണ്ടുള്ള ത്രസ്റ്റോ ചോപ്പിങ്ങോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കാം. സെർബറൽ ഇൻഫാർക്റ്റ്, അതായത് സ്ട്രോക്കിന്റെ മറ്റൊരു പേരാണ്. ഓൾസോ കോൾഡ് ഇതാണ് സമം സബ്സ്റ്റൻസ് ഓഫ് സ്ട്രോക്ക്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചർച്ചയിൽ വരാം. ഒരു ക്ലിനിക്കൽ ടിപ്സോടെ എല്ലാം വരുന്നു, എല്ലാ പോളിക്രിസ്റ്റൽ എല്ലാം വരാവുന്നതാണ്. പക്ഷെ കൂടുതലും എനിക്ക് ഫലം കണ്ടിട്ടുള്ള മെഡിസിൻ ഞാൻ ഉപയോഗിച്ച പൊട്ടൻസി ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രഷ് കേസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അപ്പൊ എനിക്ക് അങ്ങനെ കേസ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ അത് നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളതുമാണ്, പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ്. സ്ട്രോക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കിട്ടുകയും അത് ഭേദപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജെൽസീമിയം 200, അത് ഡീസെറിബ്രേറ്റഡ് സ്ട്രോക്ക് ആണ്. ഡീസെറിബ്രേറ്റഡ് സ്ട്രോക്ക്. പറഞ്ഞ അറിയുമോ ഡീസെറിബ്രേറ്റഡ് സ്ട്രോക്ക്? അറിയത്തില്ല സാറേ. അതായത് ഈ രണ്ട് കൈ ഇങ്ങനെ ഇരിക്കും. ഫസ്റ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും സ്ട്രോക്ക് തുടങ്ങുന്ന സമയത്ത്. അവിടുന്ന് പിന്നെ ഇത് ആ ഫ്ലാസിഡ് കണ്ടീഷനിൽ കൈ ഇങ്ങനെ താഴോട്ട് പോയിട്ട് രണ്ട് കൈ മലർന്നിരിക്കും. ദാറ്റ് ഈസ് ഡീസെറിബ്രേറ്റഡ് സ്ട്രോക്ക്. ഡീകോർട്ടേറ്റഡ് സ്ട്രോക്ക് അത് ഹയോസിയാമസ്. ഡീകോർട്ടേറ്റഡ് സ്ട്രോക്ക് ഹയാസാമസ്. ഞാൻ 200 ആണ് ഉപയോഗിക്കുന്നത്. അത് നേരത്തെ ഞാൻ ഇങ്ങനെ വെച്ച പോലെ തന്നെ നേരെ തിരിച്ചായിരിക്കും ഈ കൈ ഇങ്ങനെ ഇരിക്കും. സ്ട്രോക്ക് തുടങ്ങുമ്പോൾ ഈ കൈ ഇങ്ങനെ ഇരിക്കും. ആയിട്ട് ഫ്ലാസിഡ് കൈ നേരെ താഴത്തോട്ട് പോകും, കൈ രണ്ട് കമന്നിരിക്കും. അത് ബ്ലഡ് ക്ലോത്തില് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഓക്കെ. പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും, അറിയാലോ. അൺകോൺഷ്യസ് ആയിരിക്കും പേഷ്യന്റ്. അതൊന്നും എടുത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അൺകോൺഷ്യസ് ആണ് ഈ കണ്ടീഷൻ എല്ലാം തന്നെ. ദെൻ ഓപ്പിയം. കിടക്കുമ്പോഴാണോ സാറേ കൈ ഇങ്ങനെ കൊണ്ടുവരുന്നത്? അല്ല, കിടന്നുകൊണ്ടാണ്. ഇത് സ്ട്രോക്ക് തുടങ്ങുമ്പോൾ ഉള്ള കാര്യമാണ്. സ്ട്രോക്ക് തുടങ്ങാം, കോമയിലേക്ക് പോകുമല്ലോ. ആ പോകുന്നതിന് മുമ്പാണ് ഈ സെറിബ്രേറ്റഡ്. അത് ഇങ്ങനെ ഇരിക്കും. കോർട്ടേറ്റഡ് നേരെ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ളത് നേരെ കൈ മലർന്നിരിക്കും, മറ്റത് കമന്നിരിക്കും. ഓക്കെ. ഓപ്പിയം. അൺകോൺഷ്യസിനാണ് ഓപ്പിയം. അല്ല, ഇതെല്ലാം അൺകോൺഷ്യസ് ആയിരിക്കും. ജെൽസീമിയം അൺകോൺഷ്യസ് ആണ്, ഡയോസെമസ് അൺകോൺഷ്യസ് ആണ്. അൺകോൺഷ്യസിന് കുറെ ടെക്സ്റ്റ് ഉണ്ട്. നമ്മൾ കോമ ചർച്ച ചെയ്തപ്പോൾ കുറെ മെഡിസിൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗം നമ്മൾ എടുത്തിരുന്നു. കോമ 200 അല്ലേ? ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത്. ഓപ്പിയം 200. ഓപ്പിയം 200.
അതിനും ലോസ് ഓഫ് കോൺഷ്യസ് ആണ്. പിന്നെ അതിന്റെ റെസ്പിറേഷൻ ആണ് പ്രത്യേകത ഉള്ളത്. താളം തെറ്റിയ റെസ്പിറേഷൻ ആയിരിക്കും, ഓർ അൺഈക്വൽ റെസ്പിറേഷൻ ആയിരിക്കും. ചിലപ്പം വളരെ സ്ലോ ആയിരിക്കും, ചിലപ്പോൾ ചെയിൻ സ്റ്റോക്ക് പോലെയുള്ള റെസ്പിറേഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ടാവും. സ്റ്റെപ്റ്റോർസ് ആയിരിക്കും, കൂർക്കം വലിക്കുന്നതായിരിക്കും, കൂർക്കം വലി പോലുള്ള സൗണ്ട് ഉണ്ടാവും. ശ്വാസം എടുത്ത് വിടുന്നത് മൂക്കിൽ കൂടി ആയിരിക്കില്ല, വായിൽ കൂടി ആയിരിക്കും. എടുത്തിട്ട് നോക്കൂ. ഇപ്പൊ സ്ട്രോക്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡ്രഗ്സ് ആണ്. പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ആർണിക്ക, തെത്തൂസ, സിക്കൂട്ട. അതിൻ്റെയൊക്കെ സിംറ്റംസ് അറിയാവുന്നതാണ്. പിന്നെ ആന്റിൻഡാറ്റ്, കാർബോളിക് ആസിഡ്, അത് രണ്ടും അപ്പർ എക്സ്ട്രിമിറ്റീസിനാണ്. പാരാപ്ലേജിയ തന്നെ അപ്പർ പാർട്ട്, അവിടെ റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്. പേഷ്യൻസ് ഡെത്ത് ആകുന്നത് റെസ്പിറേറ്ററി ഫെയിലിയറിലായിരിക്കും. ആന്റിൻഡാറ്റ് ആൻഡ് കാർബോളിക് ആസിഡ് ഒരുപക്ഷെ നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ കിട്ടുകയാണ്. ഓക്കെ, ഇനി മോഡേൺ മെഡിസിന്റെ ചികിത്സ കഴിഞ്ഞ് വരുന്ന പേഷ്യൻസ് ഉണ്ട്. ചിലര് അവിടെ നിന്ന് ഏതാണ്ട് ഒരു റിക്കവറി, ബോധം വീണ്, പക്ഷെ പാരലൈസ്ഡ് ആയിരിക്കും. ഒന്നല്ലേ ഹെമിപ്ലേജി ആയിരിക്കാം, പാരാപ്ലേജി ആയിരിക്കും, അല്ലെങ്കിൽ അപ്പർ പാർട്ടില് പാരാപ്ലേജിയ, ലോവർ പാർട്ട് പാരാപ്ലേജിയ, ഹെമിപ്ലേജിയ, ഓർ മോണോപ്ലേജിയ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മുടെ കൈ കിട്ടാം, ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാം. ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞ് രക്ഷയില്ലാതെ ആയിരിക്കും കിട്ടുന്നത്. ആ സ്റ്റേജിൽ നമുക്ക് പലപ്പോഴും നമ്മളും ഫീൽ ആവും. സ്ഥലത്ത് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി, നല്ല കൈ നിവരുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, അതല്ലെങ്കിൽ കൈ പൊങ്ങുന്നില്ല, വിരൽ അനങ്ങുന്നില്ല, ആ കണ്ടീഷനിലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപൂർണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റും, ഇൻഫാർക്റ്റ് ഇല്ലെങ്കിൽ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 1-2 മെഡിസിൻ കൂടെ പറയാം എന്ന് ഉദ്ദേശിക്കുന്നു. ഒന്ന് ആർജിനിൻ നൈട്രിക്കം. ഞാൻ 30-ലാണ് തുടങ്ങുന്നത്. ഒരു ഫെയിൻറ്റിഷ് അവസ്ഥയിലായിരിക്കും. apprehensive about his disease, weak memory, error in perception. സെനൈൽ ഡെമൻഷ്യയിൽ നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ക്രോട്ടാലസിനും അങ്ങനെയുണ്ട്. അതായത് എറർ ഇൻ പെർസെപ്ഷൻ, ഒരാൾ വന്ന് പറയുന്നത് തെറ്റായിട്ടായിരിക്കും ഗ്രഹിക്കുന്നത്. ഞാനൊരു ഉദാഹരണമൊക്കെ പറഞ്ഞായിരുന്നു. ഒരു ജ്യേഷ്ഠൻ കൊണ്ടുവന്ന് കുറച്ച് പൈസ അച്ഛനെ ഏൽപ്പിക്കുന്നു. അച്ഛൻ ഡെമൻഷ്യ അവസ്ഥയിലിരിക്കുന്നത്. അപ്പൊ ഇത് അനിയൻ വന്നാൽ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അച്ഛൻ കേട്ടത് കൊടുക്കണ്ടെന്ന്. ഇപ്പൊ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോ അനിയൻ വന്ന് ചോദിക്കുന്നു, ചേട്ടൻ പൈസ തന്നു, പക്ഷെ നിനക്ക് തരണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. That is error in perception. Legs paralyzed. Trembling with debility, muscular debility. Cannot walk with eyes closed. ഇനി അഥവാ നടന്നു പോകുന്നതിന് കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പൊ വീഴാം, തലക്കടം. That is അതിന്റെ nitric. Then Baryta carb. Loss of memory, mental weakness, loss of confidence, speed. അതൊക്കെ നമുക്ക് വളരെ പരിചയമുള്ള കേസാണ്. അതുകൊണ്ട് പറഞ്ഞ സ്പീഡിൽ പോയെന്ന്. അല്ല, എഴുതണം. ലോസ് ഓഫ് മെമ്മറി, മെന്റൽ വീക്ക്നെസ്, ലോസ് ഓഫ് കോൺഫിഡൻസ്.
മരേറ്റാക്കാരൻ്റെ മെയിനല്ല. Numbers of legs. Cold, clumsy feet. Then Bothrops. 200 weekly dose. Left hemiplegia with aphasia. Lassitude. Sluggishness. Skin cold. ഉദ്ദേശിക്കുന്നത് പെരിഫറൽ സർക്കുലേഷൻ വളരെ കുറവായിരിക്കും. തോല് കാലക്രമേണ ഉണങ്ങും, വരളും, പൊട്ടും, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. കാർബോണിയം സൾഫ് ലോവർ പൊട്ടൻസി ആണ് നല്ലത്. 6 CET ആണ് നല്ലത്, ഇല്ലെങ്കിൽ 30. സെന്റ് ജോർജിന് 6 C ഉണ്ട്. Sluggishness in all aspects. Hallucination of sight and hearing. Stupor. Icy coldness. Of extremities. Icy coldness. ഇവർക്കൊക്കെ പറയുന്നത് ആർട്ടിക് കോൾഡ് എന്നാണ്. Then Curer 30. Paralytic affection of lungs. Paralytic affection of lung. Shallow respiration. Reflex diminished or abolished. Sensation and conscious are unaffected. Hands weak and heavy. Cannot raise or move fingers. Legs trembles. Give away in walking. Refer Kali Tartaricum. Lathyrus 30. Hypochondriasis. Vertigo when eyes closed. Spastic paralysis. Excessive rigidity of joints. Knees knocks together. Knock, no. See, knock together. Cannot extend or cross legs when sitting. Coriander 30. Paraplegia. Memory weak.
slow perception, obstinate constipation, limbs cold. Then phosphorus, 200 weekly dose. Hemiplegia, depression of spirit, easily vexed, indifferent, യഥാർത്ഥത്തിൽ ഫോസ്ഫറസ് ഇങ്ങനെയൊന്നുമല്ല, ഇൻഡിഫറൻ്റ് ഒന്നുമല്ല. സാധാരണ നല്ലൊരു ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിലും ഒക്കെ നടക്കുന്ന ആളാണ്. അവിടെ ശരിക്കുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്. അയാളൊരു സോഷ്യൽ ജസ്റ്റിസ് വേണമെന്നും സോഷ്യൽ വെൽഫെയർ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. സോഷ്യൽ വർക്കറാണ്, എക്സ്റ്റെൻസീവ് ട്രാവലറാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ശരിക്കും ഫോസ്ഫറസ്. സമൂഹത്തിൽ ഒരു റെക്കഗ്നൈസ്ഡ് പേഴ്സണാലിറ്റി ആയിരിക്കും ഫോസ്ഫറസ്. Then extremities, can scarcely hold anything with hand. Numbness of tips of fingers and toes. Plumbament. Left hemiplegia. അത് പൊട്ടൻസി ഏതാ സർ? 200 weekly. Left hemiplegia. Severe aphasia. Impaired memory. Slow perception. Cannot lift anything. Extension difficult. Wrist drop. Loss of patellar reflex. That's all. ഇതേപോലെ റെഫർ ചെയ്യാവുന്ന 2-3 മെഡിസിൻ കൂടെ പറയുന്നുണ്ട്. ഒന്ന് കോസ്റ്റിക്കം, കോക്കുലസ്, കോണിയം മാക്കുലേറ്റം, കുപ്രമെറ്റ്, ലാട്രോഡക്, കാലി ടാർട്ടാരിക്കം, ലാക്കേസിസ്, നെക്സോമിക്ക, ഓക്സാലിക് ആസിഡ്, റെസ്റ്റോക്സ്. ഇതിൽ ലാട്രോഡക്ടസും കാലി ടാർട്ടാരിക്കവും പാരാപ്ലീജിക്ക, lower limbs. That's all that about stroke. നന്ദി സാറേ. Thank you for everybody. നല്ല ഒരു ക്ലാസ്സാണ് നമുക്ക് സ്ട്രോക്കിനെ കുറിച്ച് കിട്ടിയത്. ആർക്കെങ്കിലും സാറിനോട് ഈ സാറ് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. സോയ ഇപ്പൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തേരെ. അൺമ്യൂട്ട് ചെയ്തു. സോയ ഇപ്പൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. ഗുഡ് ഈവനിങ് ഡോക്ടർ. തലാമസില് ഇൻഫാർട്ട് വന്നാല് നമുക്ക് ഏതായിരിക്കും പറയാ? തലാമസിലെ കൺട്രോൾ.
അതെ, തലാമസിൽ ഇൻഫാക്ട് വന്നാല് തലാമസ് പോയാൽ തല പോയി, എല്ലാം പോയി. അല്ല വളരെ എന്റെ ഒരു പ്രൊട്ടക്റ്റഡ് ടീച്ചറിന് സാധാരണഗതിയിൽ ഒരാളുണ്ട്. പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇപ്പം സാധാരണഗതിയിൽ ഹാർട്ടിന് ക്യാൻസർ വരാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് തലാമസ്. പക്ഷെ അഥവാ തലാമസിൽ ഇൻഫാക്ട് ഇൻഫാർട്ട് വന്ന വന്നാൽ ഒരാളുണ്ട്. പോയി. ആ, ഭാഗികമായിട്ടുള്ള ഇൻഫാർട്ട് ആണെങ്കിൽ ചിലപ്പോൾ സർവൈവ് ചെയ്തെന്ന് വരാം. അയാൾക്ക് നടക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ കൈ ഉയർത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളീ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നാകാം. പാരാപ്ലേജിയ രണ്ട് കൈകളെയും ബാധിച്ചിട്ടുണ്ട്. ആ വലത്തെ കൈക്കാ കൂടുതൽ. നടക്കുകയൊക്കെ ചെയ്യും, പക്ഷെ വലത്തെ കൈ ഉയർത്തി വല്ലതും ചെയ്യാൻ കൺട്രോൾ പ്രയാസം. കൺട്രോൾ കൺട്രോൾ നടപ്പ് സാധാരണഗതിയിലാണോ? ആ ഗേറ്റ് നടപ്പ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നടപ്പ് ചെറിയ സ്റ്റെപ്സ് വെച്ചേ നടക്കുള്ളൂ, അധികം നടക്കാനൊന്നും പറ്റില്ല. കൈക്ക് ഇങ്ങനെ ബലമൊന്നുമില്ല, അതാ ബലം തീരെയില്ല. ഫ്ലാസിഡ് ആണോ സ്പാസ്റ്റിക് ആണോ? ഇല്ല, ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു. ആൾക്ക് ഓസ്ട്രേലിയയിൽ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് എന്തൊക്കെ മെഡിസിൻ ഒക്കെ കഴിച്ചതിന് ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം കൈ പോക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ നടക്കാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇൻഫാർട്ട് ഉണ്ടോ? ചെറിയ ഇൻഫാർട്ട് ഉണ്ട്, തലാമസിലാണത്. അപ്പൊ പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ, ആ ചെയ്യാൻ ഏരിയ പറ്റില്ല. ഈസ് ലോസ്റ്റ് ഫോർ എവർ. ആ അങ്ങനെ സംസാരിക്കുമ്പോ കീറി അല്പം കോടിയിരിക്കേണ്ടതേ ഉള്ളൂ, അത്രയ്ക്ക് അറിയാനില്ല. അത് അങ്ങനെ തന്നെ പോയി കിട്ടുന്നത് വളരെ ഭാഗ്യം തന്നെ പറയാൻ പറ്റും. അതെ. ഫർദർ ഒന്നും ചെയ്യാനില്ല, കാരണം ആ ഇൻഫാർട്ട് ആണ് ഇതിന് കാരണം. കാരണം ഒരു ഇൻഫാർട്ട് വരുമ്പോ നമുക്ക് ആർണിക്ക കൊടുത്ത് ശരിയാക്കാൻ പറ്റത്തില്ലേ? അതെങ്ങനെയാണ്? ഞാൻ അതായത് നമ്മുടെ ശരീരത്തില് രണ്ടുതരം സെല്ലാണ് ഉള്ളത്. ഒന്ന് പെർമനന്റ് സെൽസ്. ആ പെർമനന്റ് സെൽസ് എന്ന് പറയുന്നതാണ് ന്യൂറോൺസ്. 5, 5.5, 6 വയസ്സോട് കൂടി ന്യൂറോൺസിന്റെ ആ പെരുക്കം അല്ലെ പ്രോളിഫറേഷൻ അത് കഴിഞ്ഞു. അപ്പം മൊത്തത്തിലുള്ള ന്യൂറോൺസ് അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു. ഫർദർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള സംബന്ധിച്ചാണ്. ഇതിന്റെ എണ്ണത്തിന്റെ വ്യാപ്തി 5, 6 വയസ്സോട് കൂടി തീർന്നു. അത് കഴിഞ്ഞ് ഒരു ന്യൂറോൺ പോലും ഫർദർ ഡെവലപ്മെന്റ് ഇല്ല. ഒരു ന്യൂറോൺ നഷ്ടപ്പെട്ടാൽ ഇറ്റ് ഈസ് ലൂസ് ഫോർ എവർ. ഇപ്പൊ ഇൻഫാർട്ട് എന്ന് പറഞ്ഞാൽ നെക്രോസിസ് ആണ്, ഡെത്ത് ഓഫ് ന്യൂറോൺസ് എന്നാണ്. ഓക്കെ സാറേ, അപ്പൊ ഞാനേ കോമ സ്റ്റേജിലുള്ള ഒരാൾക്ക് മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആള് രക്ഷപ്പെട്ടു പോകുന്നല്ലോ 3 മാസമായപ്പോ. സംഭവിക്കല്ലോ, കോമയ്ക്കുള്ള മെഡിസിൻസ് നമ്മൾ പറഞ്ഞല്ലോ. അൺകോൺഷ്യസ് വളരെ അയാൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് ഇൻഫാർട്ട്സ് വന്നിട്ട് ആയിരുന്നു കംപ്ലൈന്റ്. അപ്പം ഞാൻ ആർണിക്ക, പിന്നെ അയാൾക്ക് ആസിഡ് ഫോസിന്റെ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ ആസിഡ് ഫോസ് ഹൈപ്പോട്ടൻസി കൊടുത്തിട്ട് പിന്നെ ഞാൻ ആർണിക്ക കൊടുത്തോണ്ടിരുന്നു. 2 ആഴ്ചയും കൊണ്ട് ആൾക്ക് ബോധം വീണ് ആൾ എഴുന്നേറ്റ് പോന്നു. ഒരു ഡിഫോമിറ്റി ഇല്ല. ഇടത്തെ കാലിന്റെ പാദം മാത്രം ആംഗിളിന്റെ എക്സ്റ്റൻഷൻ പോയി, ബാക്കിയെല്ലാം ഓക്കെ. അത് പെർമനന്റ് ആണ്. അത് പെർമനന്റ് കാരണം ഇൻഫാക്ട് ഉണ്ടായത് അതായത് ഇതിന്റെ മൂവ്മെന്റും എല്ലാം നിയന്ത്രിക്കുന്നത് സൊമാറ്റോ സെൻസറി ബണ്ടിൽസ് ആണ്. ആള് 3 മാസം ആ ബണ്ടിൽസ് വരുന്നത് 2-3 നെർവ് ഫിലമെന്റ് ആണ്. ഒന്ന് ഒപ്റ്റിക് നെർവിൽ നിന്നും, ഒന്ന് ഓഡിറ്ററി നെർവിൽ നിന്നും, ഫേഷ്യൽ നെർവിൽ നിന്നും 3 ഫിലമെന്റ് 2 വശത്തും കൂടെ പോയി. അത് നേരത്തെ നമ്മളിവിടെ പരാമർശിച്ചിട്ടുള്ളതാണ്. കോൺസിന്റെ താഴെ വഴി മോട്ടോർ ന്യൂറോൺസിന്റെ അടിയിൽ കൂടി വന്ന് സ്പൈനൽ കോഡിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇറക്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതാണ്, സൊമാറ്റോ സെൻസറി നെർവ് സിസ്റ്റം. അതുപോലെ തന്നെ സ്കിന്ന്, ജോയിന്റ്, ഫ്ലഷ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഇതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സെന്ററിലാണ് ഇൻഫാർട്ട് സംഭവിച്ചെങ്കിൽ, ആംഗിൾ പോയെങ്കിൽ അത് പോയത് തന്നെയാണ്. ഓക്കെ
ഓക്കെ. ഇനിയിപ്പോ അടുത്തത് ഡോക്ടർ ബീന. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഡോക്ടർ ബീന. ബീന ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പറ്റുന്നില്ലേ? ബീന ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. ഗുഡ് ഈവനിങ് സാർ. സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ലോവർ ലിംബ് പാരലൈസ്ഡ് ആയിപ്പോയി. ഇഞ്ചുറി എന്നാൽ ഡിറ്റാച്ച്ഡ് ആണോ? അതെ. അതൊക്കെ ഇമ്മീഡിയറ്റ് ആണെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഹൈപ്പറിക്കൊക്കെ ഹൈപ്പോട്ടൻസി 10 എബവ്. ആ കാല് കോൾഡ് ആണെങ്കിൽ ആർണിക്കായിരിക്കും ഇൻഡിക്കേഷൻ. ആനിമൽ ഹീറ്റ് ഉണ്ടെങ്കിൽ ഹൈപ്പറിക്കത്തിനാണ് ഇൻഡിക്കേഷൻ. യൂറിനേഷൻ ഒക്കെ ഇൻവോളണ്ടറി ആണ്. തീർച്ചയായിട്ടും. കാരണം ലംബാർ പ്ലക്സസ് നിന്നാണ് ഇതെല്ലാം പോകുന്നത്. ഗട്സിലേക്കുള്ളതും ബ്ലാഡറിലേക്കൊക്കെ ഉള്ള ഇന്നർവേഷൻ അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ഹൈപ്പർടെൻസി കൊടുത്താ എന്തായാലും റീഗെയിൻ ആവുമോ? ഇപ്പൊ എത്ര കാലമായി? കുറെ വർഷമായി. പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ഡിറ്റാച്ച്ഡ് ആണല്ലോ, കട്ടായി പോയില്ലേ സ്പൈനൽ കോഡ്. അയാൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കാൻ റെയില് പിടിച്ചൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ ഭാഗ്യമായിട്ടുള്ളതായിരിക്കും. ശരിക്കും ഭാഗ്യമായിട്ട്. MRI എടുത്തതിൽ നമുക്ക് കട്ടായത് കാണാം. ആ അത് ഭാഗ്യമായിട്ടല്ലേ? ഭാഗ്യമായിട്ട് അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പൊ കൊടുത്താൽ എന്തായാലും ചാൻസസ് ഉണ്ടാവൂലേ? ധൈര്യമായിട്ട് കൊടുത്തു നോക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ നോക്കണം. അതെങ്ങനെയാ ഒന്നുകൂടെ പറയൂ സർ. ഏതാ? അതെ, ഏതൊക്കെ മെഡിസിൻ? സാറിനിക്ക് ഹൈപ്പറിക്കോ? ആനിക്ക ഹൈപ്പറിക്കുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ വേറെ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മറ്റു മെഡിസിനിലേക്ക് പോകാം. പാരലൈസിസ് ആണ് ഫോസ്ഫറസ് വരാം. ആന്റീരിയർ ഹോൺ സെൽസ് ആണെങ്കിൽ ഫോസ്ഫറസ് വരാം. അല്ല, യൂറിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ലംബാർ പ്ലക്സസ് നിന്നാണ് ഇതെല്ലാം പോകുന്നത്. അപ്പൊ അതിന്റെ മേലെയാണ് കട്ടിങ് ഉണ്ടായാലും ഇതിനെ സ്വാഭാവികമായിട്ടും ബാധിക്കുമല്ലോ. അപ്പൊ ഏത് മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റും? ഇത് വെച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടോട്ടാലിറ്റിയോടെ എടുക്കണം. ആർണിക്കാണോ ഹൈപ്പറിക്കാണോ അത് മറ്റു മെഡിസിൻസ് ആണ്. അപ്പൊ പൊതുവെയുള്ള കാരണം പറഞ്ഞത് എക്സ്ട്രിമിറ്റീസ് കോൾഡ് ആണെങ്കിൽ, സ്റ്റിൽ കോൾഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ആർണിക്കായ്ക്ക് ഇൻഡിക്കേഷൻ വരാം. ആനിമൽ ഹീറ്റ് നിലവിലുണ്ടെങ്കിൽ ഹൈപ്പറിക്കത്തിനാണ് കൂടുതൽ സാധ്യത. ഓക്കെ സർ. താങ്ക് യു സർ. ഭദ്രൻ ഡോക്ടർ. കേൾക്കാമോ? കേൾക്കാം സാറേ. എനിക്ക് ഒരു സംശയമുള്ളതെന്ന് വെച്ചാൽ പലർക്കും 1-2 പേഴ്സൺ ഇങ്ങനെ വരാറുണ്ട്. കാലിന് ടിംഗ്ലിങ്ങും നെംനെസ്സും. അത് ഇതിന്റെ സ്ട്രോക്കിന് ശേഷമായിട്ടുള്ളത് കൊണ്ട്, അല്ല ഡയബറ്റിക് ആയിട്ടുള്ളതുകൊണ്ട് നെംനെസ്സും ടിംഗ്ലിങ്ങുമാണ് പ്രധാന കംപ്ലൈന്റ്. അത് അലോപ്പതി മെഡിസിൻസ് ഒക്കെ കുറെ ഉപയോഗിച്ചിട്ട് യാതൊരു റെസ്പോൺസ് ഇല്ലാത്ത കേസുകളിലാണ് എന്തുമാത്രം നമുക്ക് സ്കോപ്പ് ഉണ്ടെന്നുള്ളത് അറിയാൻ. സ്കോപ്പ് ഉള്ളതാണല്ലോ. അതെ, അതൊക്കെയാണ് മേജർ വരുന്നത്. ഇവിടെയൊക്കെ ലോവറിനേക്കാൾ നല്ലത് കുറച്ച് ഹയർ പൊട്ടൻഷ്യൽ. നെംനെസ്സിനും ടിംഗ്ലിങ്ങിനും പ്രത്യേകം മെഡിസിനായിട്ട് പറയാനുണ്ടോ? ചില കേസ് നെംനെസ് പറയുന്നത്, ചിലത് ടിംഗ്ലിംഗ് പറയുന്നുണ്ട്. അപ്പൊ ഏതിനാണ് മുൻതൂക്കം അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനല്ലേ പറ്റൂ. ഏതെല്ലാം പെരിഫറൽ നെഫ്രൈറ്റിസ് ആണ് സംഭവം. അതെ, ഇത് രണ്ടും കൂടെ പ്രസന്റ് ചെയ്യുന്ന ഒരു കേസ് എനിക്ക് വരുന്നുണ്ട്. അല്ല, കുറച്ച് മെഡിസിൻ ഇതൊക്കെ നോക്കിയിട്ട് കാര്യമായിട്ടുള്ള റെസ്പോൺസ് കിട്ടാത്തതാണ്. സിക്കൽ കോറ്, മെഡോർണം അങ്ങനെയുള്ള പലതും നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട്
ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഉള്ളതിൽ ഏതാണ് നല്ലതെന്നുള്ളത് കൊക്കൈൻ നോക്കിയിട്ടുണ്ടോ? കൊക്കൈനം. ഏതാ? കൊക്കൈനം. ഒക്കെ അതിനൊന്നും നോക്കിയിട്ടില്ല. ഏത് പൊട്ടൻസി ആയിരിക്കും നല്ലത്? 200 തുടങ്ങാം. ആ ഒരു ചാറ്റ് ബോക്സിൽ ഒരു താലിയം മെറ്റ് വന്നിട്ടുണ്ട്. താലിയം മെറ്റ്. കാര്യം മറ്റ് നോക്കാം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെരിഫറൽ ന്യൂറൈറ്റിസ് ആണ് സംഭവം. അതനുസരിച്ച് നമ്മൾ തപ്പിയാൽ കിട്ടും. അത് മനസ്സിലായി. പെരിഫറൽ ന്യൂറൈറ്റിസ് നമ്മൾ ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ലോങ് സ്റ്റാൻഡിങ് പിന്നെ കേസിലുണ്ടാകും. ടിഷ്യൂസ് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂസും ടിഷ്യൂ റെമഡി. ടിഷ്യൂ റെമഡി. അതേത്? കാലിഫോസാ? ആ നന്ദി സാറേ. ഇനി നമ്മുടെ ഡോക്ടർ റിനി. ഭദ്ര സാറിന്റെ സംശയം കഴിഞ്ഞല്ലോ അല്ലേ സാറേ? ഹലോ ആയി. ഹലോ ഡോക്ടറെ, ആ, കേക്കാവോ? പറഞ്ഞോ. ആ, കേക്കാം. ഡോക്ടറെ, ഗുഡ് ഈവനിങ് ഡോക്ടറെ. ഒരു പേഷ്യന്റിനെ കുറിച്ചായിരുന്നു എനിക്ക് പറയേണ്ടത്. പേഷ്യന്റിനെ കുറിച്ച് അന്വേഷിക്കാനായിരുന്നു. നൗ ഹീസ് നോ മോർ. എന്നാലും എനിക്ക് ആ പേഷ്യന്റിനെ കുറിച്ച് ഒന്ന് ഡോക്ടറിന്റെ ഒന്ന് അഭിപ്രായം വേണം. എന്താണ് അങ്ങനെ മരണ കാരണം ഒന്ന് അറിയാനായിരുന്നു. ഹീസ് എ ഹൈപ്പർ ടെൻസീവ് പേഷ്യന്റ് ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്നെന്നും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങിയിട്ട് അങ്ങ് വീഴുകയും ചെയ്യും. പിന്നെ വീട്ടുകാർ ഇച്ചിരി വെള്ളമാക്കി സ്പ്രേ ചെയ്യുമ്പോൾ അങ്ങ് എണിച്ചിട്ട് അങ്ങ് ഇരിക്കും. പിന്നെ ഒരു ദിവസം ബാത്റൂമിൽ പോയിട്ട് മോഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എണിച്ചപ്പം തല ഇടിച്ചിട്ട്, എന്നോട് പറഞ്ഞത് അങ്ങനെ, തല ഇടിച്ചിട്ട് തല പൊട്ടിയിട്ടാണ് ഓൺ ദ സ്പോട്ട് ഡെത്ത് ആയെന്നാ പറയുന്നത്. അതെന്തോ കാരണമാ ഡോക്ടറെ? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. സ്ട്രോക്ക് വന്നിട്ടാണോ? അത് സ്ട്രോക്ക് ആയിരുന്നോ? ഹലോ ഡോക്ടറെ, കേക്കാവോ? കേക്കാം. കാരണം ഇത് സംഭവിക്കുന്ന രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിച്ചോ. ഒന്നല്ലെങ്കിൽ ഈ ഏതെങ്കിലും ക്ലോസറ്റിൽ സ്ട്രെയിൻ ചെയ്തിട്ട് ആണെങ്കിലും സ്ട്രോക്ക് ഉണ്ടാകാം. അതിൽ ബാലൻസ് തെറ്റി ഇടിച്ച് തലപൊട്ടാകാം. അതല്ല എങ്കിൽ ഈ ബാലൻസ് പോയിട്ട് ഇങ്ങർക്ക് ബാലൻസ് നേരത്തെ തെറ്റുന്നുണ്ടായിരുന്നു, തലകറക്കം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതെ അതെ. ആ രീതിയിൽ ബാലൻസ് തെറ്റി ഭിത്തിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കോർണറിലോ ഇടിച്ച് തല പൊട്ടി ഇന്റേണൽ ഹെമറേജ് ഉണ്ടായിട്ടും സംഭവിക്കും. തല ഇടിച്ചിട്ട് ഓൺ ദ സ്പോട്ട് അങ്ങ് മരിക്കുമോ ഡോക്ടറെ? എനിക്ക് തല ഇടിക്കുമ്പോൾ നമ്മളൊന്ന് തല മുട്ടി, എന്നാലും ഇച്ചിരി ഒരു തലയുടെ ഞാൻ പുറകിന് നോക്കിയപ്പം ഒരു ലേശം പൊട്ടിയിട്ടേ ഉള്ളൂ. സംഭവിക്കല്ലോ. കാരണം ഏജ്ഡ് ആകുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ഏജ്ഡ് ആകുമ്പോൾ ഓൾറെഡി വാസ്കുലർ ഡീജനറേഷൻ ഉണ്ട് നിലവിൽ. അതുകൊണ്ടാണ് സഡൻ ഡെത്ത് ഉണ്ടാകുന്നത്. അപ്പം അത് നമ്മൾ എന്തോ സിംറ്റം പറയും ഡോക്ടർ? അത് സ്ട്രോക്ക് ആയിരുന്നോ അതോ തീർച്ചയായിട്ടും ഹെമറേജ് ആയിരുന്നോ? ഇത് നമ്മൾ പറയാൻ വിട്ടുപോയ മറ്റൊരു സംഭവം. ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നത് വേഗസ് നെർവിന്റെ ഒറിജിൻ ആ ഭാഗത്ത് ആണ് എങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം. കാർഡിയാക് അറസ്റ്റ്. ഇച്ചിരി സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു, അത് ശരിയാ. അപ്പൊ അങ്ങനെയായിരുന്നു ഇല്ലേ? ഇന്റർണൽ ഹെമറേജും വേഗസ് നെർവിന്റെ പ്രോബ്ലത്തിന്റെയാ? ഓക്കെ ഡോക്ടറെ. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. നന്ദി ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും, ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ആണുള്ളത്. ഭദ്ര സാറിന് ഇനി സംശയം തീരാതെ ഉണ്ടോ സാറേ? കുഴപ്പമില്ല. അപ്പൊ ഒരു കേസ് പറയാം. ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പുതിയതായിട്ട് ആരും ഉണ്ടെങ്കിൽ. അതൊരു എറണാകുളം ജില്ലാ കോടതിയിലെ ഒരു സ്റ്റാഫ്. അദ്ദേഹം കൊച്ചി പടിഞ്ഞാറൻ കൊച്ചി ഭാഗത്ത് ഒരു ഹോസ്പിറ്റലിൽ 2 ആഴ്ചയിൽ പനി വന്നിട്ട് അവിടെ അഡ്മിറ്റായി ചികിത്സിച്ച് ഭേദമായി. ഡിസ്ചാർജ് എഴുതി ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് മക്കള് കൗണ്ടറിലേക്ക് പോയി. ഇങ്ങേർക്ക് സ്ട്രോക്ക് വന്നു. കാരണം അപ്പച്ചൻ ദേവ് വീണ് കിടക്കുമെന്ന് പറഞ്ഞ് കൊച്ചോടിപ്പോയി. മകന്റെ കൊച്ചായിരുന്നു അടുത്ത് നിന്ന്. ഈ കൊച്ചു പോയി മകനോട് പറയും, അപ്പച്ചൻ വീണ് കിടക്കുന്നു.
ഉടനെ ആൾക്കാരും ഡോക്ടറും എല്ലാം ഓടിക്കൂടി ഇത് സ്ട്രോക്കാണ്, നമുക്ക് ഇവിടെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഉടനെ പരിശോധനകൾ വേണം. അപ്പം ഈ 2 ആഴ്ച ചികിത്സ മകന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. ഇങ്ങനെ അല്പം മദ്യമൊക്കെ അടിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഇങ്ങനെ സമ്പാദ്യമൊന്നും. മകനോട് എൻ്റെ അടുത്ത് വന്നു, തിന്നതാണ് സംഭവം, ഡോക്ടറൊന്ന് നോക്കൂ. അപ്പോ ഞാൻ പോയി നോക്കുമ്പോൾ ഇദ്ദേഹം അയോസാമസിന്റെ നേരത്തെ പറഞ്ഞ ആ സംഭവം, ഒരു കൈ കമന്നാണ് കിടക്കുന്നത്, മറ്റൊരു കൈ ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് എന്തോ ഒന്ന് പിടിക്കാനായിട്ട്, ഏതോ ഒരു ഓബ്ജക്റ്റ് ഇങ്ങനെ പിടിക്കാനായിട്ടുള്ള ശ്രമം പോലെ ഈ കൈക്ക് ഒരു ആക്ഷൻ. ഏതായാലും ഞാൻ മകനോട് പറഞ്ഞു, ഞാൻ ഡിസ്ചാർജ് മേടിച്ചു, വീട്ടിലോട്ട് പോകുന്നു പറഞ്ഞു. ഏതായാലും ഇവര് അവിടെ നിന്ന് ഇറങ്ങാൻ താമസം ഉണ്ടെന്ന് പറഞ്ഞ് മകനെ ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് അയോസാമസ് കൊടുത്തിട്ട് 200. അത് ഇങ്ങനെ ഓരോ ഡ്രോപ്പ്, ഒരു സിംഗിൾ ഡ്രോപ്പ് വീതം കൊടുത്തു എന്ന് പറയും. ഏതായാലും 2-ാം ദിവസം ഇങ്ങേർക്ക് ബോധം വന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡ്യൂട്ടിക്ക്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസാണ്, ഞാനിവിടെ നേരത്തെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു കേസാണ്. അപ്പം അതുപോലെ നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ. സിംഗിൾ ഡ്രോപ്പ് എത്ര മണിക്കൂർ ഇടയിട്ട് കൊടുത്തു സർ? അത് ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്തു, എവരി 15 മിനിറ്റ്സ്. ഞാൻ എടുത്ത 10 ml ബോട്ടിനകത്ത് അക്വയാണ്, അതിനകത്ത് 2 കൊടുക്കുന്നത് 200. വേണേ ഫ്രാക്ഷണൽ ഡോസ് എന്ന് വേണേ പറയാം. രണ്ട് ദിവസം കഴിയുമ്പോൾ സമയം പിന്നൊരു കേസ് പറയാം. ഒന്നുകൂടെ പറയാം സർ. ഒരു സൺഡേ വൈകുന്നേരം, സൺഡേ ഞാൻ തുറക്കാറില്ല, നേരത്തെ ഇല്ല ഇപ്പോഴും ഇല്ല. അപ്പം ഞങ്ങൾ ബാഡ്മിന്റൺ കളിച്ചോണ്ടിരിക്കുന്നത് ഒരു 5 മണിക്ക്. 1-2 പേര് ഓടി വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ അവിടെ വരാന്തേ കൊണ്ട് ഒരാളെ കെടുത്തിട്ടുണ്ട്. അപ്പൊ വിവരം ചോദിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങേര് എവിടുത്തുകാരനാണ് ഒന്നും ആർക്കും അറിയാൻ പാടില്ല. അവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്, അവിടെ വന്ന് ഒരു സോഡ ഇങ്ങനെ വാങ്ങിച്ചു കുടിച്ച് ഒരു സിഗരറ്റും മേടിച്ച് വലിച്ചെന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആള് വീണു. ആള് അബോധാവസ്ഥയിലാകുകയാണ് പെട്ടെന്ന്. കുറച്ചു നേരം ആൾക്കാർ പകച്ചു നിന്നെങ്കിലും എടുത്തുകൊണ്ടെന്ന് ഏറ്റവും അടുത്ത് ഇവിടെയല്ലേ, ഫസ്റ്റ് എയ്ഡ് ചെയ്യാന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞ് ഞാൻ അവിടെ ഇല്ല. അവര് വരാന്തേ കിടത്തിയിട്ട് എന്നെ വന്ന് വിളിച്ചു. ഞാൻ വന്ന് നോക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഡീസെർബറേറ്റഡ് സ്ട്രോക്കാണ്. 2 കൈ ഇങ്ങനെ മലന്ന് തന്നെയാണ് കിടക്കുന്നത്, വിരല് മാത്രം തീങ്ങനെ അനക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ജൽസീമയാണ് കൊടുത്തത്, ജൽസീമൻ 200. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞും ബോധം. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതായാലും നിങ്ങള് സംഗതി സ്ട്രോക്കാണ്, അതിന്റെ എല്ലാ ലക്ഷണവും കൊണ്ട് വലിയ ആശുപത്രി കൊണ്ടുപോകണേ കൊണ്ടുപോകും. അവര് പക്ഷേ ഇങ്ങനോട് ചോദിച്ചു കഴിഞ്ഞാൽ വീട് പറഞ്ഞാൽ ഫോണൊന്നും ഇവരുടെ കയ്യിലൊന്നും ഇല്ല. ഏതായാലും ഈ മരുന്ന് ഇവരുടെ കൊടുത്തു വിട്ടു. ഇവർ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നു. ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പറഞ്ഞ് ഒരു കാര്യം, ആശുപത്രി ഒന്നും പോകണ്ട, എന്റെ വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയി 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കുറച്ചുകൂടെ ഒരു ആക്റ്റീവായി. അപ്പൊ വീട്ടുകാര് വീണ്ടും എൻ്റെ അടുത്ത് വന്നു, ഇന്ന പോലെയാണ് സംഭവം. ഞാൻ അദ്ദേഹത്തിന് ഇത് തന്നെയാണ് കൊടുത്തത്, ജൽസീമിയം തന്നെ കൊടുത്തു. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ കൂടുതൽ ആക്റ്റീവായി. ഏതായാലും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾക്ക് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. ഇതാണ് സംഭവം. അപ്പൊ അന്ന് ഫർദർ എക്സാമിനേഷനൊക്കെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവര് പറഞ്ഞിരുന്ന സ്ട്രോക്കാണ്, അങ്ങനെയായി ഇങ്ങനെയായി. ഇന്നാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുള്ള സംഭവം. അന്ന് നമ്മൾ വാങ്ങുന്ന നിസ്സാര പൈസ. ഞാൻ നേരത്തെ ഇപ്പോഴല്ല, 1-2 വർഷത്തിന് മുമ്പ് ഇവിടെ IFPH തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള കേസുകളാണ്. അങ്ങനെ നമ്മുടെ സമയം 10 മണിയായി. ആത്മവിശ്വാസം വന്നോട്ടെ പറഞ്ഞു. അല്ല സാറേ, വലിയ ഉപകാരം. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതൊരു വലിയ ധൈര്യമാണ് ലഭിക്കുന്നത്. നമുക്ക് സാറിന് നന്ദി പറയുന്നതിന് ഭദ്രൻ ഡോക്ടറെ, അതുപോലെ സാറിന് ഭദ്രൻ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം ബാക്കി നിൽപ്പുണ്ടെ അതും കൂടെ ചോദിച്ചിട്ട് സാറിന് നന്ദി പറയാം. ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഒന്നിച്ച് മലബാറില് കുത്തിയും പിടിച്ച് നടന്ന ടീമാണ്. ഞാനും ഉണ്ടായിരുന്നു മലബാറില് ഡോക്ടർ പോയി കഴിഞ്ഞ്. ഞാൻ പോയതിനു അല്ല, അതില് ഭദ്രൻ ഡോക്ടറെ അനുഭവം കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അതെ. അതാണ് വലിയ അനുഭവം, അത് പറഞ്ഞോളൂ, അതും കൂടെ കേൾക്കട്ടെ എല്ലാരും. അല്ല, ഞാൻ എന്റെ സ്ട്രോക്കിന്റെ കാര്യം വേണമെങ്കിൽ പറയാം. പറയണം. നമുക്കത്
സാറേ ഏഹ് അത് അടുത്ത ദിവസത്തേക്ക് വെക്കാം സാറേ. ഇന്നിപ്പോഴേ 10 മണിയായി. അതെ ആ, അതെ രണ്ട് മിനിറ്റ് മതി, 2 മിനിറ്റ്. നാളെ മുതൽ 10:30 ആണല്ലോ, അതിന് മറ്റന്നാൾ മുതൽ. ഇത് ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം, കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എനിക്ക് ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ ഒന്ന് കിടക്കണമെന്ന് തോന്നി. ചുമ്മാ ഒന്ന് കിടന്ന് ഒരു ഗംഭീരം തലവേറ്റ് വന്നു. ഒരു 10-15 തവണ ഛർദ്ദിച്ചു. എനിക്ക് ബാത്റൂമിൽ നിന്ന് വരാൻ ഒക്കത്തില്ല. വൈഫിനെ വിളിച്ച് പിടിച്ചോണ്ടാണ് കിടത്തിയത്. ഛർദ്ദിച്ചു കഴിഞ്ഞ് ഭയങ്കര തലവേറ്റും. തലേന്ന് ബാക്കിൽ നിന്ന് പിടിച്ച് എളുന്ന പോലത്തെ ഒരു സെൻസേഷനാണ്. ഞാൻ അപ്പോൾ മോനോട് പറഞ്ഞ് 6 ബോത്രോപ്സ് എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. എടുത്തോണ്ട് വന്ന് കഴിച്ചു. ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പോൺസിലാണ് ഹെമറേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ നമുക്ക് അനന്തപുരി ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് ഞാൻ തിരുവനന്തപുരത്ത് വിട്ടു. ഞാൻ ഓരോ 5 മിനിറ്റിൽ 6 ബോത്രോപ്സ് മാറി മാറി കഴിച്ചു. അവിടെ ചെന്ന് ഒന്നുകൂടെ സ്കാൻ എടുത്ത് അവർ പറഞ്ഞ് ബ്ലീഡിങ് എല്ലാം റിസോൾവ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരാഴ്ച കിടക്കണം എന്ന് പറഞ്ഞ് പിടിച്ച് കിടത്തി. അത് കഴിഞ്ഞ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്നതെന്ന് വെച്ചാൽ നല്ലൊരു ബെൽസ് പാൾസിയാണ് വന്നത്, ലെഫ്റ്റ് സൈഡിന്റെ. അതൊരു 3 ആഴ്ച നിന്നു. അത് കംപ്ലീറ്റ് സുഖമായി. പിന്നെ ആദ്യം വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വണ്ടി വലതരത്തിലൂടെ കയറി പോകുന്നുണ്ടായിരുന്നു. മോൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഇടത്തെ കണ്ണിന് വിഷം കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വലത്തോട്ട് വണ്ടി കയറ്റി ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുഴപ്പമില്ല, ഇപ്പം സാധാരണ പോലെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഒരുവിധം ഒരു 90% മുകളിൽ റിക്കവർ ആയെന്നാണ് എന്റെ വിചാരം. കാര്യം ഇത് വേറെ ആരും ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. അവരാരും വിശ്വസിക്കില്ല. അത്രയൊക്കെ സുഖമായി കിട്ടിയത് വലിയൊരു ഭാഗ്യം. എന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും അത് വലിയൊരു എല്ലാവരുടെയും ഭാഗ്യം. ഒരു ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ഒരു ശരിക്കും ഉത്തേജനം കിട്ടാൻ വേണ്ടി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇതൊരു എന്റെ കേസ് പറഞ്ഞത്. ഞാൻ ബാക്കിയുള്ള എല്ലാം പിന്നെ എപ്പോഴെങ്കിലും അവസരമുള്ളപ്പോൾ പറയാം. സമയം പോലെ അല്ല, പറയാം. അതില് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, തുടക്കത്തിൽ കിട്ടിയാൽ വളരെ എഫക്റ്റീവാണ് ഹോമിയോപ്പതി. അതെ Yes, അതെ yes. അതാണ് അതെ. അതിൽ നിന്നുള്ള ഇൻഫറൻസ്. എനിക്ക് സാറ് എന്റെ അനുഭവം പറഞ്ഞതും ഭദ്രൻ ഡോക്ടർ പറഞ്ഞതും അത് തന്നെ, രണ്ടും അത് തന്നെയാണ്. അതെ തുടക്കത്തിലെ കിട്ടിയ ഫാസ്റ്റ്. പക്ഷെ പലർക്കും അറിഞ്ഞുകൂടാ ഹോമിയോപ്പതി എന്താണെന്ന്. അത് അറിയില്ല. ഇപ്പൊ എനിക്ക് എന്റെ അനുഭവത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. 3 ദിവസത്തിന് ശേഷം കിട്ടിയത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ആ, 3 ദിവസത്തിന് ശേഷം കിട്ടിയത് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലത് രക്ഷപ്പെടും, മിക്കവാറും രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്നാണ് എന്റെ അനുഭവം. അത്തരം കേസുകളായിരിക്കും കിട്ടിയത് ചിലപ്പോൾ. എന്തായാലും 3 ദിവസത്തിൽ കൂടുതൽ ഞാൻ ഉറപ്പ് പറഞ്ഞ് ചികിത്സിക്കാറില്ല. അത് സുഖമായിട്ടുള്ളത് ഉണ്ട്, പക്ഷെ എനിക്ക് യാതൊരു വിശ്വാസം ഇല്ലാതെ കൊടുക്കുന്നതാണ് അത്. ഏതായാലും ഒരുപാട് മാനങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരു നിസ്സംശയമായിട്ടുള്ള കാര്യമാണ്. നല്ലൊരു ഈ ടോപ്പിക്കിൽ നമ്മുടെ ജെയിംസ് പോൾ ഡോക്ടർ നല്ലൊരു ക്ലാസ് പ്രസന്റ് ചെയ്തത് വളരെ എല്ലാവർക്കും ഉത്തേജനകരമായിരിക്കും, ഉള്ള അറിവ് കിട്ടുന്നതുമാണ്. നമ്മൾ പണ്ടേ കണ്ണൂർ ഒരു ചൊറക്കിയിട്ടുള്ളതാണ്. അപ്പൊ അന്ന് മുതലേയുള്ള സൗഹൃദം. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ദിവസം താമസിച്ചിട്ടുമുണ്ട്, അടക്കത്തോടെ വർക്ക് ചെയ്യുമ്പോഴേ. അതിനുശേഷമാണ് നമ്മുടെ മറിയമ്മ ഡോക്ടർക്ക് മുമ്പ് നമ്മുടെ ഡോക്ടർ പേര് ഗുരുവിലെ ഡോക്ടർ കുടിയൻകുടിയുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. ഏതായാലും ആ സ്ഥാപനത്തിന് നല്ലൊരു പേര്. അന്ന് ഇവിടെ ഞാൻ അങ്ങോട്ട് മാറി ഒരു 4 മാസം ആയപ്പോഴേ ഭയങ്കര പേഷ്യൻസ് ആയി. ദിവസം 500 പേഷ്യൻസിൽ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ 8 മുതൽ രാത്രി 9:30 മണിയിലൊക്കെ ചികിത്സിക്കാൻ അതിന് വേണ്ടിയുള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സന്തോഷകരമായിരുന്നു, ഒരു ചലഞ്ചായിരുന്നു. അങ്ങനെ നല്ലതുണ്ട്. ബാക്കി പിന്നെ വന്നവരുമില്ല അതുപോലെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിന് ഇപ്പോഴും നല്ലൊരു പേരുണ്ട്. ഡോക്ടറെ. ജെയിംസ് പോൾ ഡോക്ടർ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഹോമിയോയുടെ എന്ത് കാര്യത്തിനാണെങ്കിലും മുന്നോട്ട് വന്ന് സഹായിക്കുന്ന കൂട്ടത്തിലാണ്. നമുക്ക് ഈ IFCHലെ ക്ലാസ്സുകളിൽ കൂടെ നമുക്ക് ഗസ്റ്റ് കിട്ടാത്തപ്പോഴത്തേക്കും അദ്ദേഹം സ്വയം അങ്ങോട്ട് മുന്നോട്ട് വന്നാണ് നമുക്ക് ക്ലാസ് എടുക്കാറുള്ളത്. അതിനെല്ലാം പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. വള്ളക്കൂട്ടില് ആ വലിയ മനസ്സിനും അനുഭവം ഷെയർ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തിനും 1000 നന്ദി. IFCHന്റെ പേരിലും എന്റെ പേരിലും നിങ്ങളെ എല്ലാ അന്ന് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെയും പേരിൽ അഗൈതമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി. നന്ദി ഭദ്രൻ ഡോക്ടർ. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇത് പറയാനുള്ളത്, ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ നമ്മുടെ സൂം സമയത്തിന് വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇന്നലത്തെ മീറ്റിംഗിൽ അത് അവതരിപ്പിച്ചിരുന്നു. ഹിന്ദി സെക്ഷൻ ഇനി മുതൽ 7:30 മുതൽ 8:30 വരെയും, ഇംഗ്ലീഷ് സെക്ഷൻ 8:30 മുതൽ 9:30 വരെയും, മലയാളം സെക്ഷൻ 9:30 മുതൽ 10:30 വരെ ആയിരിക്കും 1-ാം തീയതി മുതൽ എന്നുള്ളത് എല്ലാവരെയും ഒന്നുകൂടി അറിയിക്കുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ 1429-ാം സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് നടന്നു. ഈ സൂം
ക്ലാസ് വിജയമാക്കിയ ഡോക്ടർ ജെയിംസ് പോൾ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും വീണ്ടും പല വിഷയങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. ഒരു അറിയിപ്പ് കൂടെ ഉണ്ട്. നാളെ നമ്മോടൊപ്പം ഒരു പുതിയ അതിഥിയാണ് എത്തുന്നത്. ഡോക്ടർ ചാക്ക ബാലചന്ദ്രൻ. 43 വർഷത്തെ പരിചയമുള്ള തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം സ്വന്തം ചികിത്സാനുഭവങ്ങൾ പറയാനായിട്ട് എത്തുകയാണ്. കുറച്ച് നാളുകൾ കൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ചൂണ്ടയിൽ കൊത്തിയത്. സാർ ഏതായാലും നാളെ മുതൽ ആക്റ്റീവ് ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഹോമിയോപ്പതി ഫിസിഷ്യൻസിന്റെ ഒരു പിന്നെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് അല്ല, നമ്മുടെ ഗ്രൂപ്പ് അതിൽ സ്ഥിരമായിട്ട് എന്നും ആൻസർ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നും എല്ലാ കേസിനും എല്ലാവർക്കും ഡയറക്ഷൻ കൊടുക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. നമ്മൾ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജസ്റ്റ് ജൂണിലായിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത സുഹൃത്താണ്. നാളെ തീർച്ചയായിട്ടും കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. കണ്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി. എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ച കൂടുതൽ പേര് പങ്കെടുക്കാനും സാധ്യതയുണ്ട്. അത് ആ ഗ്രൂപ്പിൽ തന്നെ, ഹോമിയോപ്പതി ഫിസിഷ്യൻസിന്റെ ഗ്രൂപ്പ് തന്നെ 1200 ജില്ലാ പേരുണ്ട്. അതെ അതെ. അപ്പൊ എല്ലാവർക്കും കൂടെ ഇതിൽ കയറാൻ നോക്കുമെന്നുള്ളതാണ് എനിക്ക് സംശയം തോന്നുന്നത്. അതില് നമുക്ക് ഇടാൻ പറ്റത്തില്ല. നമുക്ക് പെൻഷൻ ഗ്രൂപ്പിൽ ഇടാം നമ്മുടെ